إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ലോകത്തിൻ്റെ സംരക്ഷകനും ലോകത്തുള്ള മുഴുവൻ ജീവികൾക്കും റിസ്ഖ് നൽകുന്നവനുമായ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിവിശിഷ്ടമായ ഈ ദീനിന്റെ, ഇസ്ലാമിന്റെ അടിത്തറകൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ശ്രമിക്കണേയെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൽ സാമൂഹിക ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ആളുകൾക്കിടയിൽ ഇറങ്ങി, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ് മനുഷ്യ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ. സമൂഹത്തിനിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരും. അതിലൊക്കെ ക്ഷമിക്കുക എന്നതിന് വലിയ പ്രതിഫലവുമുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇടപഴകി ജീവിക്കുന്നവനായി വരുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചില കരാറുകൾ വരാറുണ്ട്. വാഗ്ദാനങ്ങളുടെ പെരുമഴ ഇന്ന് എല്ലാവരും നൽകുന്നവരാണ്. പ്രത്യേകിച്ച് നേതൃസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ, ഭരണകാര്യങ്ങളിൽ എത്തുമ്പോൾ, രാഷ്ട്രീയ മേഖലകളിൽ എത്തുമ്പോൾ, സാമൂഹിക രംഗത്ത് എത്തുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകുക എന്നത് വലിയ നേട്ടമായി കാണാറുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ കൊതിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്ന പ്രവണത ഇന്ന് ചെറുതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗം ശരിയായി ഇന്ന് ഫലിച്ചോ എന്ന് തോന്നിപ്പോകുന്ന വിധേന മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യർ തങ്ങൾ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ, കരാറുകൾ പാലിക്കാൻ മടിക്കുന്നവരാണ്. സൂറത്ത് അഅറാഫിന്റെ 102-ാമത്തെ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ വജദ്നാ ലിഅക്സരിഹിം മിൻ അഹ്ദിൻ വഇൻ വജദ്നാ അക്സറഹും ലഫാസിഖീൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം വരുന്നവർ കരാറ്, വാഗ്ദാനം എന്നുള്ളത് പാലിക്കുന്ന വിഷയത്തിൽ മഹാഭൂരിഭാഗം ഫാസിഖീങ്ങളാണ്, തോന്നിവാസികളാണ്. അത് പാലിക്കാൻ മടി കാണിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ എത്ര ഗൗരവത്തോടെയാണ് ആ വാക്ക് കണ്ടത് എന്നറിയുമോ? അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വബിഅഹ്ദില്ലാഹി
ഔഫൂ ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തദക്കറൂൻ വബിഅഹ്ദില്ലാഹി ഔഫൂ. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, നിങ്ങൾ കരാർ ചെയ്താൽ അത് പൂർത്തിയാക്കണം. ഇത് നിങ്ങൾക്കുള്ള വസിയത്താണ്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തരമായ വിശേഷണങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞു, സൂറത്തു തൗബയുടെ 111 ആയത്തിൽ, വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാറ് പാലിക്കുന്നവരായി മറ്റാരാ ഉള്ളത്? അള്ളാഹുവിന്റെ സവിശേഷതയാണ് എണ്ണി പറഞ്ഞത്. അള്ളാഹ് വാക്ക് പറഞ്ഞാൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, നരകമുണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, ഇത്ര പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കും, അത് സത്യമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമായിരിക്കും. കളവ് പറയൂല, ലംഘിക്കൂല, വെറുതെ മോഹിപ്പിക്കല്ല. എന്നാൽ അള്ളാഹുവിന്റെ കിതാബിലൂടെ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളിലൂടെയൊക്കെ വായിക്കുമ്പോഴും ഇതേ വാചകങ്ങൾ ആവർത്തിച്ചു പറയുന്ന ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളോട്, ഭാര്യയോട്, പ്രിയപ്പെട്ടവരോട് നടത്തുന്ന ചെറിയ വാഗ്ദാനങ്ങൾ, കരാറുകൾ വലിയ കാര്യമായി കാണേണ്ടതുണ്ട്. ഇമാമുൽ വാഹിദ് റഹിമഹുല്ല പറയാണ്, ലാ അഹദൻ ഔഫാ ബിമാ വഅദ മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാറ് പാലിക്കുന്ന ഒരാളെയും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ലാ അഹദൻ അർഹം ബിക മിൻ റബ്ബിക്, നിന്റെ റബ്ബിനേക്കാൾ നിന്നോട് കാരുണ്യമുള്ള മറ്റൊരുത്തനും ഉണ്ടാകില്ല. ലാ അഹദൻ അഅലം ബിഹമ്മിക അക്ബറ മിൻ റബ്ബിക, നിന്റെ റബ്ബിനേക്കാൾ നിന്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അറിയുന്ന മറ്റൊരുത്തനും ഉണ്ടാകില്ല. ലാ അഹദും ബിഖുദ്റത്തിൻ അലാ റഫഇൽ ലജ്രി ഇല്ലാ റബ്ബിക്, നിന്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുരിതങ്ങൾ മാറ്റിത്തരാൻ നിന്റെ റബ്ബിനെ കൊണ്ടല്ലാതെ മറ്റൊരാൾക്കും ഇത്ര പെട്ടെന്ന് സാധ്യമായവനില്ല. അള്ളാഹുവിന്റെ മാത്രം സവിശേഷതകളെയാണ് അവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെയുള്ള മഹാപ്രവാചകന്മാരുടെ സൽഗുണം എണ്ണിപ്പറഞ്ഞു. അവരെല്ലാം വാക്ക് പറഞ്ഞാൽ, കരാറ് പറഞ്ഞാൽ, വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തിയാക്കും. തരാന്ന് പറഞ്ഞാൽ തരും, കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കും, ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്യും. ഇബ്രാഹിം അല്ലദീ വഫാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകൾ, ഏറ്റെടുത്ത കരാറുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അള്ളാഹിനോട് പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിനോട് പറഞ്ഞു, മകനെയും ഭാര്യയെയും വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കണം, ചെയ്തു. മകനെ അറുക്കണമെന്ന് പറഞ്ഞു, ചെയ്തു. എല്ലാം അനുസരിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ അത് വാഗ്ദാനം പാലിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മറ്റു പല പ്രദേശങ്ങളിലെ രാജാക്കന്മാരോട് ചെന്ന് വന്ന് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നബി ഇന്ന ആളാണ്, ഞങ്ങളുടെ ഇസ്ലാം ഇന്ന സവിശേഷതകൾ ഉണ്ട്. ആ സമയത്ത് ഹിർക്കൽ എന്ന് പറയുന്ന രാജാവ്, അവിടുത്തെ ഭരണാധികാരി, അദ്ദേഹം തിരിച്ചു വന്ന അനുയായികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നബിക്ക് എന്ത് പ്രത്യേകതയാ പറയാനുള്ളത്? മുസ്ലിമല്ല, അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച്, നബിനെ കുറിച്ച് അറിയണം. ഇപ്പൊ ചോദിക്കുക, എന്തത്ര വലിയ പറയാനുള്ളത്? അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങളെ നബി ഞങ്ങളോട് പറയുന്നത് അന്നഹു അമറക്കും ബിസ്സലാ, നിസ്കരിക്കണം എന്നാ ഞങ്ങളെ നബി പറയണത്. വസ്സദഖി, ജീവിതത്തിൽ എല്ലായിടത്തും സത്യസന്ധത പാലിക്കണം എന്നാ പറയുന്നത്. എത്ര കയ്പുണ്ടെങ്കിലും, എത്ര കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും സത്യം പറയാനാ ഞങ്ങളോട് പറയുന്നത്. വൽ അഫാഫ്, പരിശുദ്ധമായ ജീവിതം നയിക്കാനാ പറയുന്നത്. വൽ വഫാഇ ബിൽ അഹ്ദി, കരാർ ചെയ്താൽ പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങളെ നബി ഞങ്ങളോട് പറയുന്നത്. വഅദാഇൽ അമാന, അമാനത്ത് എന്തെങ്കിലും ഏറ്റെടുത്താൽ അത് പാലിക്കണമെന്നുമാണ് പറയുന്നത്. അവർ വലിയ നേട്ടങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ ഏറ്റവും മികച്ച കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് കരാറ് പാലിക്കുക എന്നത്. ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചതാണ് എന്ന്. ആ പറയുന്ന വാക്ക് അതൊരു മുസ്ലിമിനോടാണെങ്കിലും അമുസ്ലിമിനോടാണെങ്കിലും പാലിക്കേണ്ടി വരും. സുറാഖത്ത് ബിൻ മാലിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിടിക്കാൻ വേണ്ടി വന്നു.
ഹിജറയുടെ വേളയിൽ, ഹിജറ പോകുന്ന വേളയിൽ 100 ചുവന്ന ഒട്ടകം കിട്ടുമെന്ന് പ്രഖ്യാപിച്ചപ്പോ നബി തങ്ങളുടെ തലയെടുക്കാൻ വന്ന നേതാവായിരുന്നു അന്നത്തെ സൊറാഖത്ത് ബിൻ മാലിക് എന്ന ഖുറൈശികളുടെ നേതാവ്. പിടിക്കാനുള്ള അവസാനത്തെ ചാൻസ് കൈകളുടെ മുമ്പിലെത്തി. ഏകദേശം പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പല തടസ്സങ്ങൾ കാരണം കൊണ്ട് പിടിക്കാൻ കിട്ടുന്നില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയും അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് സൊറാഖയോട് പറയുന്നുണ്ട്, സൊറാഖ, നീ ഇപ്പൊ മടങ്ങിപ്പോകണം. നീ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറണം. നീ ഞങ്ങളെ സഹായിക്കണം. സൊറാഖ തിരിച്ച് അവിടുന്ന് ഇത് നടക്കില്ല, ഈ ദൗത്യം നടക്കില്ലെന്ന് മനസ്സിലാക്കി അവിടുന്ന് തിരിച്ചു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും, ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ കിസ്റായുടെ അധികാരം മുസ്ലിമീങ്ങളുടെ കൈകളിലെത്തുന്ന ഒരു കാലം വരും. അന്ന് അവിടുത്തെ ഭരണാധികാരികൾ അണിയിച്ച് ധരിക്കപ്പെടുന്ന ഒരു സ്വർണത്തിന്റെ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു ആഭരണമുണ്ട്. സൊറാഖ, നിന്റെ കയ്യിൽ ഞങ്ങളത് തിരിച്ചേൽപ്പിക്കും. ഒരു വാഗ്ദാനാണ്. അന്ന് സൊറാഖ മുസ്ലിം അല്ല. പക്ഷേ കാലം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ദൗത്യങ്ങൾ 23 കൊല്ലത്തെ പ്രവാചകത്വ ജീവിതം കഴിഞ്ഞു. അത് നടന്നില്ല. അടുത്ത ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നു. ദൗത്യം നടന്നില്ല. കിസ്റയുടെ ഭരണം കയ്യിൽ കിട്ടിയാൽ ആ ഭരണം തരുമെന്നാ പറഞ്ഞിരുന്നത്, സിവാർ തരുമെന്നാ പറഞ്ഞിരുന്നത്. ഖലീഫയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവം ഉണ്ടായി. ജാ സിവാറു കിസ്റാ ലി ഉമരിൻ ഫനാദാ സുറാഖ. കിസ്റയുടെ അധികാരം ചെങ്കോല് കയ്യിലാണ് കിട്ടി ഉമർ ഖത്താബിന്റെ കാലത്ത്. മറന്നില്ല പറഞ്ഞ വാക്ക്. അന്ന് നബി തങ്ങളുടെ കാലത്ത് പറഞ്ഞ വാക്കാണ്. പക്ഷെ അത് കഴിഞ്ഞ് അബൂബക്കർ തങ്ങളുടെ കാലം കഴിഞ്ഞ് നബി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴും പറഞ്ഞ വാക്ക് വിട്ടില്ല. സൊറാഖനെ വിളിച്ചു. അന്ന് സൊറാഖ മുസ്ലിമാണ്. വാക്ക് പറഞ്ഞതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന അധികാരത്തിന്റെ ഒരു വിലപിടിപ്പുള്ള ആഭരണം സൊറാഖയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, ഹാദാ മാ വഅദക ബിഹി റസൂലല്ലാഹ്, ഇത് നബി തങ്ങൾ നിനക്ക് തരാന്ന് വാഗ്ദാനം പറഞ്ഞ വാക്കാണ്. ഇന്നഹുൽ വഫാഉ ലമാ വഅദ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നടപ്പിലാക്കി കഴിഞ്ഞു. ബാപ്പ എന്തെങ്കിലും കരാറ് പറഞ്ഞു പോയ മക്കൾ അത് പൂർത്തിയാക്കേണ്ടി വരും. നമ്മുടെ മേലെ ഇരിക്കുന്ന ഒരു നേതാവ് ഒരു ഉത്തരവാദിത്വപൂർണമായ വാഗ്ദത്തം പറഞ്ഞു പോയാൽ അത് അടുത്ത ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ ആ കരാറുകൾക്ക് വിലയുണ്ടാവണം. ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിക്കോ, മുത്തഖീങ്ങളുടെ അടയാളം എന്താ? സത്യസന്ധന്മാരുടെ അടയാളം എന്താ? നല്ല മനുഷ്യന്മാരുടെ അടയാളം എന്താ? സൂറത്തുൽ ബഖറയുടെ 176 എന്ന വലിയ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദു. അവര് കരാറുകൾ എന്തെങ്കിലും ചെയ്താൽ അത് പൂർത്തിയാക്കുന്ന സ്വഭാവമുള്ളവരാണ്. വസ്വാബിരീന ഫിൽ ബഅസാഇ വല്ലറാഇ വഹീനൽ ബഅസി. ദുരിതങ്ങൾ വേട്ടയാടുമ്പോഴും കഷ്ടപ്പാടുകൾ വരുമ്പോഴും രോഗത്തിന്റെ ആധിക്യം വരുമ്പോഴും പട്ടിണിയും ദാരിദ്ര്യം വരുമ്പോഴും നന്നായി ക്ഷമിക്കുന്നവരാണ്. യുദ്ധം നടക്കുമ്പോഴും ക്ഷമിക്കുന്നവരാണ്. ഉലൈകല്ലദീന സദഖു, അവർ സത്യവാന്മാരാണ്. വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവർ സന്മാർഗത്തിൽ തഖ്വയിലുള്ളവരാണ്. മുത്തഖീങ്ങളുടെ അടയാളാണ്, സത്യവാന്മാരുടെ അടയാളാണ്. അതുപോലെ തന്നെയാണ് ഒരു നാട്ടിലൊരു സാധാരണക്കാരനായ മനുഷ്യനും ചിലപ്പോഴൊക്കെ നമ്മളും തിരിച്ചു വാഗ്ദാനങ്ങൾ പറയും. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ പറയില്ല, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊരു വാക്കാണ്. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് വല്ലതും തരണം, സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പാവപ്പെട്ടൊരു ദരിദ്രനായ സ്വഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് ഇങ്ങനെ കൊടുത്തു, പിന്നെയും കൊടുത്തു. 2-3 തവണയ്ക്ക് അങ്ങനെ ചോദിച്ചതൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോ അവസാന നബി തങ്ങൾ പറഞ്ഞു, ഹക്കീമേ, തരുന്നത് കൊണ്ട് മടിയുണ്ടായിട്ടില്ല. എപ്പോഴും നീ നിന്റെ കൈകൾ മുകളിലെത്താൻ ശ്രമിക്കണം. താഴെയുള്ള കൈയിനേക്കാൾ മുകളിലുള്ള കൈയാണ് നല്ലത്, ഉത്തമം. അതിലാണ് ബറക്കത്ത് എന്ന് 2 ഉപദേശം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു ഒരു പ്രതിജ്ഞ എടുത്തു, നബിയേ, വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ അർസഉ അഹദൻ ബഅദക ശൈആ ഹത്താ ഉഫാരിഖ ദുനിയാ. ഇനി ദുനിയാവെന്ന് ഞാൻ വിട പറഞ്ഞു പോകുന്നത് വരെ ഇനി ഒരാളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടാൻ പോകൂല. ഇനി ഞാൻ ഒരാളോടും ചോദിച്ച് നടക്കാൻ പോകൂല നബിയേ. ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് മനസ്സിലാക്കി.
കാലം കഴിഞ്ഞ് നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. സാധുവായ ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദാനമായി ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പോ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല, ഞാൻ വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ പ്രതിജ്ഞ എടുത്തതാണ്, ഇനി ഒരിക്കലും അങ്ങനെ സ്വീകരിക്കില്ലെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്നത് വേടിക്കാൻ ഒരുക്കമല്ല. ആവശ്യമുണ്ട്, പക്ഷെ അത് എനിക്ക് വേണ്ട. ചില വാക്കുകളുടെ ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുആവിയ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട് നിങ്ങൾ? എത്രയെത്ര വിവാദങ്ങളാണ് ആ മഹാനായ സ്വഹാബിവര്യനെ കുറിച്ച്, റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുസ്ലിം ഉമ്മത്തിൽ പോലും മോശമായ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വെച്ച് ഷിയാക്കളുടെ വലിയ വലിയ കുപ്രചരണങ്ങൾ ഉണ്ടായ സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടുത്തെ ഒരു ഭരണാധികാര ചുമതല, റോമക്കാരുമായി ഒരു ഭരണ ചുമതലയുണ്ടായിരുന്നു. റോമക്കാരോട് കരാറ് ചെയ്തു, ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ എന്ത് ഇവിടെ സംഭവിച്ചാലും നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാകില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. ആ കരാറിന്റെ ഡേറ്റ് പൂർത്തിയാക്കുന്നതിന് ഉള്ളിൽ വീണ്ടും അവിടെ ചില പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടായി. ആ സമയത്ത് വീണ്ടും മുആവിയ റളിയല്ലാഹു അൻഹു ഡേറ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഉടൻ ഒരാൾ വേഗത്തിൽ കുതിരപ്പുറത്ത് കയറിയിട്ട് മുആവിയ റളിയല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് ചാടി വന്ന് വീണിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, മുആവിയ, നമ്മൾ കരാറ് പാലിക്കുന്നവരാണ്, നമ്മൾ ഒരിക്കലും വഞ്ചന ചെയ്യുന്നവരല്ല. ഫനളറു, അപ്പൊ നേരെ കുതിരപ്പുറത്തേക്ക് നോക്കിയപ്പോ അംറുബ്നു അബസ, അത് അംറുബ്നു അബസ എന്ന സ്വഹാബിയായിരുന്നു. ഫഅർസല ഇലൈഹി മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് അവരോട് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞ കൽപ്പനയാണ്, മൻ കാന ബൈനഹു വ ബൈന ഖൗമിൻ നഹ്ദുൻ, ആരെങ്കിലും തന്റെ ജനങ്ങളുമായി കരാറിലുണ്ടെങ്കിൽ ഫലാ യശുദ്ദു ഖദാ, പിന്നെ അത് ലംഘിക്കാൻ പാടില്ല. വലാ യഹുല്ലഹ ഹത്താ യൻഖദിയ അമദുഹ, കാലാവധി കഴിയാതെ ഒരിക്കലും അതിന്റെ ലംഘനം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധത്തിന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും തന്റെ വാഹനം തിരിച്ചു വിട്ടുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറി മുആവിയ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ വീണ്ടും നമുക്ക് വായിക്കാമോ, ബദർ യുദ്ധത്തിന് പോകാനുള്ള എല്ലാ ശേഷിയും കഴിവും ആരോഗ്യവും ഉണ്ടായിരുന്ന രണ്ട് സ്വഹാബിമാരുണ്ടായിരുന്നു, ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവും അബൂ ഹുസൈൽ റളിയല്ലാഹു അൻഹുവും. ഇവരെ രണ്ടുപേരെയും യുദ്ധത്തിന് കാണാനില്ല. ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ വരാഞ്ഞത്? അവിടുന്ന് അവർ പറഞ്ഞു, നബിയെ, ഞങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോ ഞങ്ങളെ കാഫിരീങ്ങളായ കുഫാരികളായ ഖുറൈശികൾ പിടിച്ചു വെച്ചു. അവർ ചോദിച്ചു, എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞങ്ങൾ മദീനത്തേക്കാണ്. നിങ്ങൾ പ്രവാചകനാകുന്ന മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാൻ അദ്ദേഹത്തിന്റെ കൂടെ ചേരാനാണ് പോണത്? അത് ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്, ഞങ്ങൾക്ക് മദീനയിലും പോകേണ്ട ആവശ്യമുണ്ട്. അവിടുന്ന്, ഞങ്ങൾ നിങ്ങളെ കാഫിരീങ്ങളായ ഖുറൈശികൾ പറയാണ്, ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും വിടാം, ഒരു കരാറ് ചെയ്താൽ. ഏതാണ് ആ കരാറ്? കാഫിരീങ്ങളായ ഖുറൈശികളോടാണ് കരാറ്. ഏതാണ് ആ കരാറ്? നിങ്ങൾ ഇനി മദീനത്ത് പോയിട്ട് ആ നബിന്റെ കൂടെ ജീവിക്കുമ്പോ ഞങ്ങൾ മക്കക്കാര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ഏറ്റുമുട്ടേണ്ടി വന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യാനുണ്ടാകില്ല എന്ന് കരാറ് ചെയ്യണം. പ്രവാചകന്റെ കൂടെ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാളും ഉണ്ടാകാൻ പാടില്ല. അവരാ കരാർ അവിടെ എഴുതി കൊടുത്തിട്ടാണ് അവിടുന്ന് മദീനത്തേക്ക് കടന്നുപോയത്. അതുകൊണ്ട് നബിയെ പറഞ്ഞ വാക്കിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ആ യുദ്ധത്തിന് വരാതിരുന്ന നബി തങ്ങൾ എന്താ പറഞ്ഞറിയോ? നിങ്ങൾ ചെയ്തത് ശരിയാണ്, നിങ്ങൾ ചെയ്തത്, നിങ്ങൾ അതിൽ പങ്കെടുക്കില്ലെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർത്തിയാക്കിയത് വളരെ ശരിയായ സമീപന രീതിയാണെന്ന് ആ സ്വഹാബത്തിമാർ രണ്ടുപേരോടും പറയാ. മുഅ്മിനീങ്ങളായ സ്വർഗാവകാശികളായ നല്ല മനുഷ്യന്മാരുടെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞു. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, വാഗ്ദാനങ്ങൾ, കരാറുകൾ പാലിക്കുന്നവനാണ് മുഅ്മിനീങ്ങള്. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് മുഅ്മിനീങ്ങള്. ഉലൈക ഹുമുൽ വാരിസൂൻ, അവർക്കാണ് അനന്തരമായി നേടാൻ കഴിയുന്നത്, ഫിർദൗസ് ആകുന്ന സ്വർഗം കിട്ടുന്നത് അത്തരത്തിലുള്ള മനുഷ്യർക്കാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം പറയാ, അള്ളാഹുവിനോട് നമ്മൾ എടുക്കുന്ന കരാറുകൾ വലിയ കരാറാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ എല്ലാ മരണവും ജീവിതവും എന്റെ ആരാധനകളും ബലികർമ്മവും പടച്ചോനെ നിനക്കേ തരുള്ളൂ എന്ന കരാറ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരു കരാർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരാ നമ്മൾ. അള്ളാഹുവുമായുള്ള കരാറാണ് ഏറ്റവും വലിയ കരാർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലുമാ അഹല്ലല്ലാഹ് വമാ ഹറമ വമാ ഫറള ഫിൽ ഖുർആനി ഫഹുവ അഹ്ദുൻ. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് ഹലാലാക്കിയത് നിങ്ങൾക്കുള്ള കരാറാണ്. അത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള, നിങ്ങൾക്ക് അനുവാദമുള്ളതാ. അല്ലാഹ് നിങ്ങൾക്ക് ഹറാമാക്കിയത് കരാറാണ്. നിങ്ങളത് ചെയ്യാതിരിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള കരാർ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ കരാറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ബനൂ ഇസ്രായേലുകാരോട് പോലും കരാറെടുത്തു, ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. വബിദിൽ ഖുർബ, അടുത്ത കുടുംബങ്ങൾക്ക് പുണ്യം ചെയ്യണം. വൽ യതാമ, യതീമിന് പുണ്യം ചെയ്യണം. വൽ മസാകിൻ, മിസ്കീനിന് പുണ്യം ചെയ്യണം. കരാറാണ്. മനുഷ്യനും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള കരാറ, അത് പാലിക്കേണ്ടവരാണ്. നമ്മളോട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ടോ, അതൊരു കരാറ. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്നൊരു നല്ല സമുദായം ഉണ്ടാകണം. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന ഒരു സമുദായം ഉണ്ടാവണം. അതൊരു കരാറ. നമ്മളത് ചെയ്തേ പറ്റൂ. അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്, അള്ളാഹു നൽകുന്ന കരാറാണ് എന്ന ബോധമുണ്ടാകണം. ഒരിക്കലും നിങ്ങൾ പിശാചിനെ ആരാധിച്ചു പോകരുത്. അലം അഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. സൂറത്ത് യാസീൻ 60-ാമത്തെ ആയത്ത്. അള്ളാഹു നിങ്ങളോട് കരാറ് പറഞ്ഞില്ലേ, മനുഷ്യന്റെ പുത്രന്മാരെ, ആദമിന്റെ സന്താനങ്ങളെ, നിങ്ങൾ ഒരിക്കലും പിശാചിനെ ആരാധിച്ചു പോകരുത്. അള്ളാഹു അല്ലാത്ത ഏത് ശക്തികളെ, വ്യക്തികളെ, കേന്ദ്രങ്ങളെ ആരാധിക്കണ്ടോ, അത് ശൈത്താൻ ആരാധിക്കുക. നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾക്കുള്ള വാഗ്ദാനമാണ്, കരാറാണ്. നിങ്ങളത് പാലിക്കുക, അത് ലംഘിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത് എന്നാണ്. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ, അവൻ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും കരാറുകളും ഒക്കെ ലംഘിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, പറഞ്ഞ സമയം പാലിക്കില്ല, പറഞ്ഞ വാക്കുകൾ പാലിക്കില്ല, തരാമെന്ന് പറഞ്ഞ സംഖ്യ തരില്ല, അതുപോലെ തന്നെ ഡേറ്റ് പറഞ്ഞാൽ ഡേറ്റ് പാലിക്കില്ല, കടം മേടിച്ചാൽ അത് പാലിക്കില്ല, മക്കളോട് അത് കൊണ്ടുവന്ന് തരാമെന്ന് ഇടയ്ക്കിടക്ക് പറയും, മേടിച്ചു കൊടുക്കില്ല. ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്നവർ തൽക്കാലം രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, അർബഉൻ, 4 കാര്യങ്ങൾ ഒരാളിലുണ്ടോ, അയാൾ ഫീഹിന്ന മുനാഫിഖുൻ, അയാൾ മുനാഫിഖാണ്, കപട വിശ്വാസി എന്നാണ് എണ്ണി പറഞ്ഞത്. അതിൽ എല്ലാം ഞാൻ പറയുന്നില്ല. അതിൽ ഒന്ന് വഇദാ ആഹദ ഗദറ, അതിൽ കരാറ് പാലിച്ച് അത് കൃത്യമായി പാലിക്കുന്നതിന് പകരം അതിൽ വഞ്ചന വരുത്തുന്നവൻ നിഫാഖുള്ളവനാണ്, കാപട്യമുള്ളവനാണ്. നമ്മൾ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു സഹോദരി വന്നു. അവര് വന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ ഹജ്ജിന് ബാധ്യതയുള്ളവരായിരുന്നു. ഇന്ന ഉമ്മി നദറത് അൻ തഹജ്ജ, ഉമ്മ ഞാൻ ഹജ്ജ് ചെയ്യുമെന്ന് നേർച്ചയാക്കി വാഗ്ദാനം, കരാർ പറഞ്ഞതാ. ഫലം തഹജ്ജ ഹത്താ മാതത്, മരിക്കോളം എന്റെ ഉമ്മാക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. നബിയോട് ചോദിക്കുകയാണ്, നബിയെ അഫ അഹജ്ജു അൻഹ, ഉമ്മാക്ക് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഹജ്ജി അൻഹ, നിങ്ങൾ ഹജ്ജ് ചെയ്യണം, നിങ്ങളത് ചെയ്യണം. കാരണം നിന്റെ ഉമ്മാക്ക് ഒരു കടമുണ്ടെങ്കിൽ നീ വീട്ടുവോ? എങ്കിൽ വീട്ടല്ലോ. എങ്കിൽ അള്ളാഹുവിനോടുള്ള കടമാണ് ഏറ്റവും വലിയ കടം, നീ അത് പോയി ബാധ്യത വീട്ടേണ്ടതുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ തെറ്റായ ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ ഇന്ന പലിശ സ്ഥാപനത്തിന് 10 കോടി തരാം, പാലിക്കാൻ പാടില്ല. കള്ള് ഷാപ്പ് നടത്താൻ ഞാൻ എന്റെ വീട് നിനക്ക് വിറ്റ് തരാം, നടത്താൻ പാടില്ല. ഒരു ഹറാമിന് ഞാൻ കൂട്ടുനിൽക്കാം, വാഗ്ദാനം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനി അത് ചെയ്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാവോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദറ, ഒരാൾ നേർച്ചയാക്കി, കരാറാക്കി, അൻ യുതി അല്ലാഹ്, അല്ലാഹനെ അനുസരിക്കാൻ വേണ്ടി, ഫൽയുതിഹു, അവൻ അനുസരിക്കട്ടെ. വമൻ നദറ അൻ യഅസിയഹു, അല്ലാഹനെ ധിക്കരിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ, ഫലാ യഅസി, അതൊരിക്കലും അനുസരിക്കരുത്. പറഞ്ഞു ഉണ്ടാവും, പക്ഷെ അവൻ ഒരിക്കലും അത് ധിക്കരിക്കാൻ, ഒരിക്കലും അവൻ മുതിരാൻ പാടില്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തരുമോ? ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും 6 കാര്യങ്ങൾ ഉറപ്പ് തരാൻ പറ്റുമോ? അല്ലാഹു ലക്കുമുൽ ജന്ന, സ്വർഗം ഉറപ്പ് തരാം. ആർക്കഷ്ടല്ലാത്തത്?
6 കാര്യങ്ങൾ ഉറപ്പു തരുമോ? ഉസ്ദുഖൂ ഇദാ ഹദ്ദസ്തും, സംസാരിക്കുമ്പോ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. കാരണം ഗ്യാരണ്ടി പറയാൻ പറ്റൂ. ഔഫൂ ഇദാ വഅദ്തും, കരാർ ചെയ്താൽ അത് പൂർത്തിയാക്കുമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റൂ. വഅദ്ദൂ ഇദാ തുമിൻതും, അമാനത്തുണ്ടെങ്കിൽ അത് നിർവഹിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? വഹ്ഫളൂ ഫുറൂജക്കും, ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? വഗുല്ലൂ അബ്സാറക്കും, കണ്ണുകൾ നിങ്ങൾ താഴ്ത്തുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? വകുഫൂ ഐദിയക്കും, കൈകൾ നിങ്ങൾ തടയും, തെറ്റുകളിൽ നിന്ന് തടയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? സ്വർഗം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ മാത്രമുള്ളതാണ് 6 കാര്യങ്ങൾ. ഇനി ഒരു മനുഷ്യൻ ഈ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇവിടെ ദുനിയാവിൽ മാത്രം നമ്മൾ തന്നെ പറയുമല്ലോ, അയാൾ ശരിയല്ല, അയാളെ കുറിച്ച് റിമാർക്ക് ചെയ്യപ്പെടും. അയാൾ അയാളുടെ വ്യക്തിത്വത്തെ അളക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിഷയത്തിലുള്ളത്. അത് മാത്രമല്ല, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളെ വേറിട്ട് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ നബി തങ്ങൾ പറയാണ്, ഇദാ ജമഅ അല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയാൽ യുർഫഉ ലികുല്ലി ഗാദിരിൻ ലിവാഉൻ, ഈ കരാറുകൾ ലംഘിക്കുന്ന മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഒരു പതാക കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഒരു പതാക അവരുടെ കൈയെല്ലാം ശരീരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ചതിയന്മാരുടെ പതാക എന്നാണ് അറിയപ്പെടുക. നാട്ടുകാരെല്ലാവരും അറിയപ്പെടും ഇവർ വഞ്ചകന്മാരാണ് എന്ന്. എന്നിട്ട് ആ പതാകയെ കുറിച്ച് പറയും, ഇത് ഇന്നയാളുടെ മകനായ ഇന്നയാളെ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന്റെ ഭാഗമാണ് ഈ നാശം നിനക്ക് വരുത്തിയിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ലികുല്ലി ഗാദിരിൻ ലിവാഉൻ ഇൻദ ഇസ്തിഹി യൗമൽ ഖിയാമ, അവന്റെ ശരീരത്തിലെ പൃഷ്ഠഭാഗത്ത് ഒരു പതാക കെട്ടിവെച്ചു കൊടുത്തുകൊണ്ട് പരലോകത്ത് അവനെ നിന്ദിക്കുന്നതാണ്. അതുകൊണ്ട് ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ വ്യക്തിത്വത്തെ തകർക്കുന്ന, നമ്മുടെ മതത്തിന്റെ അടിസ്ഥാന ഫലകങ്ങൾക്ക് കേടുവരുത്തുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സാമൂഹിക ഘടനയെ നശിപ്പിക്കുന്ന വാഗ്ദാന ലംഘനം എന്നത് വരാതിരിക്കാനും പറയുന്ന വാക്കിന്റെയും കരാറുകളുടെയും ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടും ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ശ്രമിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. وقال رسول الله صلى الله عليه وسلم أكثروا من ذكر هاذم اللذات. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ജീവിതത്തിലെ വലിയ ആനന്ദങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെയായി കടന്നു പോവാണ്. പക്ഷേ ഏതോ ഒരു സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകും. അത് ഓർക്കണം, അത് ഓർത്തുകൊണ്ടിരിക്കണം, നീ അത് മറക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ച ഹദീസിന്റെ പരാമർശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അക്സിറു, നിങ്ങൾ ധാരാളമാക്കണം, അധികരിപ്പിക്കണം, മിൻ ദിക്രി, ഓർമ്മിക്കുക എന്ന കാര്യം. ഏത് കാര്യമാ? ഹാദിമിൽ ലദ്ദാതി, എല്ലാ സുഖാസ്വാദനങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ, കുടുംബത്തിലെ ഒരാളുടെ മരണം മതിയാകും വീട്ടിലെ, കുടുംബത്തിലെ എത്രയോ ആളുകളുടെ സമാധാന ജീവിതം നഷ്ടപ്പെടുത്താൻ. വിവാഹത്തിനു വേണ്ടി ഒരുക്കി വെച്ച എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ പ്രിയപ്പെട്ടവരുടെ ഒരാളുടെ മരണം മതി ആ വിവാഹത്തിന്റെ ആനന്ദം മുറിച്ചു പോകാൻ. വീട് നിർമ്മാണം കഴിഞ്ഞ് അതിന്റെ അവസാന സ്റ്റേജിലേക്ക് എത്തി 10-15 വർഷക്കാലത്തെ അധ്വാനത്തിന്റെ ഭാഗമായി ഒരു മനുഷ്യനൊരു വീടുണ്ടാക്കി.
ആ വീടിന്റെ കറണ്ട് കിട്ടാൻ അല്പ ദിവസം കൂടി താമസമുണ്ടെന്നറിഞ്ഞപ്പോൾ അയൽവാസി പറഞ്ഞു, തൽക്കാലത്തിന്റെ വർക്കിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കറണ്ട് എടുത്തു. ആ വീട്ടിൽ കണക്ട് ചെയ്യാൻ പോയ വയറിൽ നിന്ന് ഷോക്കടിച്ചുകൊണ്ട് താനുണ്ടാക്കിയ വീട്ടിൽ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ കഴിയാതെ വിട പറഞ്ഞു പോകുന്ന മനുഷ്യരെ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പാഠമുണ്ട്. ബാംഗ്ലൂരിലെ ഹൈദരാബാദ് റോഡിനരികിൽ യാത്ര പോയിരുന്ന ഒരു വാഹനം തീപിടിച്ച് 32 പേരാണ് യാത്രക്കകത്ത് വെച്ചുകൊണ്ട് മരണപ്പെടുന്നത്. അവരിൽ എത്ര പേർ എത്ര പ്രതീക്ഷകളുമായി എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വീടിന് അടുത്ത് വെച്ചിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ബക്കറ്റിലേക്ക് വീണുകൊണ്ട് മരിച്ച സ്വന്തം വീട്ടിൽ സ്ഥിരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മുറിച്ചു മാറ്റുന്ന മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരാം. ഈ ഓർമ്മ നമുക്കുണ്ടാവണം. ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അനാഥരാകും. നമ്മുടെ കുട്ടിക്കെന്ന് പറയാൻ ഒരു വാപ്പയുണ്ട്, നമ്മുടെ കുട്ടിക്കെന്ന് പറയാൻ ഒരു ഉമ്മയുണ്ട്. പക്ഷെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടിനെ യതീമെന്ന് വിളിക്കുന്ന ഒരു ദിവസം വരും. നമ്മുടെ ഭാര്യയ്ക്കിന്ന് തൊടാൻ, തല്ലുകൂടാൻ, വഴക്കിടാൻ, സംസാരിക്കാൻ, രസം പറയാൻ, തമാശ പറയാൻ ഒരു ഭർത്താവുണ്ട്. ഒരു നാൾ അവളെ പേരിലേക്ക് മാറ്റപ്പെടും വിധവ. ഈ ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിലുടനീളം മനുഷ്യനുണ്ടാവണം. കൊട്ടാരത്തിനുള്ളിൽ നിന്ന് മണ്ണറയിലേക്ക് മാറ്റപ്പെടുന്ന ദിവസം മറന്നു പോകണ്ട എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ അവനിൽ ബുദ്ധിമാന്മാരുണ്ട്. ബുദ്ധിമാന്റെ അടയാളം അവരിൽ ഏറ്റവും അധികം മരണത്തെ കുറിച്ചുകൊണ്ട് ഇസ്തിഅദാദ് നടത്തുന്നവരാണ്, ഒരുങ്ങണവരാണ്. മരിക്കുന്നറിയാത്തവരെല്ലാരും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഒരുങ്ങുന്നവരാണ്. മഹാരഥന്മാർ, ഉലമാക്കന്മാര് പറയാണ്, മരണത്തിന് ഒരുങ്ങുക എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ അയാളിൽ ഉണ്ടാവണം. ഒന്ന്, തർക്കുൽ മആസി, അയാൾ സകല തിന്മകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അയാൾ ഒഴിവായി നിൽക്കലാണ്. ഹറാമിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഹറാം ആസ്വദിച്ച് മരിക്കുമ്പോൾ എന്തായിരിക്കും? ഹറാമായ ബന്ധത്തിലൂടെ മരിക്കുമ്പോൾ, ഹറാമായ സാഹചര്യത്തിൽ മരിക്കുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് തർക്കുൽ മആസി, പാപങ്ങൾ അയാൾ ഒഴിവാക്കും. 2, തൗബ, അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സകല പാപങ്ങളിലും അയാളുടെ മനസ്സിൽ എപ്പോഴും തൗബയുടെ പരാമർശങ്ങളും ജീവിത കാഴ്ചപ്പാടുകളും ഉണ്ടാകും. 3, വറദ്ദുൽ മദാലിമി ഇലാ സ്വഹാബിഹാ, തന്റെ ജീവിതത്തിൽ അനർഹമായത് വല്ലതും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് വേഗം തിരിച്ചു കൊടുക്കും. അപ്പുറത്തെ വീട്ടിലെ അയൽവാസിന്റെ 1/2 സെന്റ് ഭൂമി നമ്മളെ കയ്യിൽ, നമ്മുടെ ആധാരത്തിലുണ്ടോ, ഇത് മരിക്കണതിന്റെ മുമ്പ് തിരിച്ചു കൊടുത്തു. മറ്റുള്ളവന്റെ അന്യായമായ വല്ലതും നമ്മുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ടോ, മരിക്കുന്നതിന്റെ മുമ്പ് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചോ. മരണത്തിന് ഒരുങ്ങൽ അതാണ്. 4, വല്ല അമാലു സ്വാലിഹാത്ത്, നല്ല രൂപത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഇന്നലെ ചെയ്യാത്ത നന്മകൾ ഇന്ന് ചെയ്യാൻ കഴിയണം. ഇന്ന് ചെയ്യാൻ കഴിയാത്തത് നാളെ ആരംഭിക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങലാണ് ഇസ്തിഅദാദ് നടത്തുക എന്നത്. ഹദീസിൽ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ശരിക്ക് ലജ്ജയുള്ളവരായി മാറണം. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അള്ളാഹുവിനോട് എങ്ങനെയാണ് ഞങ്ങൾ ലജ്ജിക്കേണ്ടത്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തഹ്ഫദർ റഅസ വമാ വആ, നിന്റെ തല നീ ശ്രദ്ധിക്കലാണ്, തലയോട് അനുബന്ധിച്ചതും ശ്രദ്ധിക്കലാണ് ലജ്ജ. തല ശ്രദ്ധിക്ക, കണ്ണ്, ചെവി, സംസാരം, ഈ അവയവങ്ങൾ ഉൾക്കൊള്ളുന്ന തല നീ ശരിക്ക് ശ്രദ്ധിച്ചോ? വേണ്ടാത്തരങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടോ? ഇന്ന് മൊബൈലിന്റെ യുഗത്തിലാണ്, സോഷ്യൽ മീഡിയ യുഗത്തിലാണ്. നമ്മുടെ കണ്ണുകൾ രണ്ടും എത്രമാത്രം അബദ്ധങ്ങളിലേക്കാണ്, എത്ര മണിക്കൂറുകളാണ്, എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിലൂടെ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിനെ ശ്രദ്ധിച്ചോ, ചെവി ശ്രദ്ധിച്ചോ, സംസാരം ശ്രദ്ധിച്ചോ, വോയിസ് ശ്രദ്ധിച്ചോ? നിന്റെ കണ്ണുകളെ, നിന്റെ തലകളെ നീ ശ്രദ്ധിക്കുന്നതാണ് ലജ്ജ. വൽ ബത്ന വമാ ഹവാ, നിന്റെ വയറ് ശ്രദ്ധിച്ചോ,
അതിനോടനുബന്ധിച്ച ലൈംഗികാവയവങ്ങൾ ശ്രദ്ധിച്ചോ. ഹറാമിന്റെ സമ്പാദ്യം കേറി വരണ്ട, ഹറാമിന്റെ ലൈംഗികതകളിലേക്ക് കടന്നു പോകണ്ട. ഹറാമായ രൂപത്തിൽ നിഷിദ്ധമായത് ആരൊക്കെ ഇസ്ലാമിനെ പരിഹസിച്ചാലും എന്തിനൊക്കെ ഹറാമിനെ അവർ ഹലാലാക്കി പ്രഖ്യാപിച്ചാലും നീയാണ് അവസാനം അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിന്റെ വയറ്, നിന്റെ ഗുഹ്യാവയവങ്ങൾ തെറ്റുകളിലേക്ക് പോണത് നീ ശ്രദ്ധിച്ചോ. അടുത്തത് വതദ്കറൽ മൗത വൽ ബിലാ, നീ മരണത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. മരിച്ചാൽ ദ്രവിക്കുന്ന നിന്റെ ശരീരത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഈ ശരീരത്തിലേക്ക് പുഴുക്കളും ചിതലും വന്നരിക്കുന്ന ദിവസങ്ങൾ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മരിച്ചാൽ നമ്മുടെ മണ്ണിലേക്കുള്ള യാത്ര കഴിഞ്ഞവിടുന്ന് എല്ലാവരും തിരിച്ചു പോന്നാൽ ആഴ്ചകളും മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഇറച്ചി കഷ്ണങ്ങൾ ഇല്ലാതെ പോകുന്ന ദ്രവിക്കുന്ന ഒരു നാള് വരാനുണ്ട്. മാസങ്ങൾ പിന്നിടുന്നതോടുകൂടെ അവസാനം ചാരമായ അസ്ഥികൂടമായ ഈ സുന്ദരമായ മേനി അവിടേക്ക് മാറ്റപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ദുനിയാവെന്ന് എപ്പോ വേണമെങ്കിലും മാറടി മണ്ണിലേക്ക് ഇറങ്ങിപ്പോകാനുള്ളവരാണ്. ഇത് മറക്കല്ലേ എന്നതാണ് അള്ളാഹുവിനോടുള്ള ലജ്ജ. അടുത്തത് വമൻ അറാദൽ ആഖിറ, പരലോകം ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ പരമാവധി ഒഴിവാക്കിക്കോ. നീ പൊങ്ങച്ചക്കാരനാവണ്ട, നീ അഹങ്കാരത്തിന്റെ വക്താവാകണ്ട, ആഡംബരത്തിന്റെ വക്താവാകണ്ട, താന്തോന്നിത്തരത്തിന്റെ വക്താവായി മാറണ്ട. നീ ഒരിക്കലും സെലിബ്രിറ്റികൾക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കുന്നവനായി മാറരുത്. സോഷ്യൽ മീഡിയയിലെ കമന്റുകൾക്ക് വേണ്ടി, ചിരിക്ക് വേണ്ടി, ലൈക്കിന് വേണ്ടി, ആളുകൾക്കിടയിലെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി നിന്റെ ഭാര്യനെയും കുട്ടികളെയും വേഷം കെട്ടി നടത്തണ്ട. പ്രിയപ്പെട്ടവരെ, നിനക്ക് നിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ മരിച്ചാറടി മണ്ണിലേക്ക് 3 പിടി കഫൻ പുടവയിലേക്ക് കൊണ്ടുപോയി വെച്ച് എല്ലാവരും തിരിച്ചു പോരുമ്പോ രക്ഷക്ക് നീ മാത്രം ഉണ്ടാവുള്ളൂ. ദുനിയാവിന്റെ അനാവശ്യമായ സീനത്തുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ഒതുങ്ങിക്കോ, ഒന്ന് ശാന്തനായിക്കോ, ഒന്ന് വിവേകത്തോടെ ജീവിച്ചോ, ഒന്ന് ബുദ്ധി കൊടുത്ത് ജീവിച്ചോ. അവസാനം നമ്മളും നമ്മുടെ അമലും മാത്രമായി ഖബറിനകത്തുള്ള ഇരുട്ടുകൾക്കുള്ളിൽ കടന്നു പോകുമ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയിട്ട് ആയിരക്കണക്കിന് മലായികത്തുകൾ വരെ സാക്ഷിയായ ജനാസയായിരുന്നു. ആ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഖബറിനകത്തുള്ള കുടുസത എന്ന ഒന്ന് വരാനുണ്ട്, ഒരു വലിഞ്ഞു മുറുക്കൽ അതിനുള്ളിലുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരെ അതിൽ നിന്ന് നല്ല മനുഷ്യന്മാരെ മോചിപ്പിച്ചു കൊടുക്കുക. നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ, നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായി സുരക്ഷിതമാണെന്ന് ഗ്യാരണ്ടി പറയാനുള്ള ആരാ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് ഒന്നാലോചിക്കുക, ഏത് സെക്കൻഡിലും നമ്മുടെ വീട്ടിൽ ഒരു ജനാസ വരാം. ഒരു പക്ഷേ അത് നമ്മളായിരിക്കാമെന്ന ബോധ്യത്തോടെ കലണ്ടറിന്റെ തീയതിക്കുള്ളിലെ ഏതോ ഒരു തീയതി എന്റെ മരണ തീയതി ആയിരിക്കുമെന്ന ബോധം വിസ്മരിക്കാതെ ജീവിക്കലാണ് നീ അള്ളാഹുവിനോട് ലജ്ജയുണ്ടാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മരിച്ചാലും തീരാത്ത അവസാനിക്കാത്ത സ്വതക്കയുണ്ടാവണം. നമ്മൾ മരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ കൂലി കിട്ടുന്ന ഒരുപാട് നന്മകൾ, മദ്രസ സ്ഥാപനങ്ങൾ, പള്ളി സംവിധാനങ്ങൾ, അനാഥാലയങ്ങൾ, വീട് വെച്ചു കൊടുത്തത്, മരങ്ങൾ വെച്ചു പിടിപ്പിച്ചത്, വെള്ളത്തിന് വേണ്ടി ഫണ്ട് കൊടുത്തത്, കാലങ്ങൾ നിലനിൽക്കുന്ന സ്വതക്കത്തുൻ ജാരിയകൾ ഉണ്ടാക്കി വെച്ച് ഇവിടുന്ന് പോയാൽ മരിച്ചാറടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൂലി കിട്ടുന്ന വഴിയാണ് എന്ന് ഓർമ്മയുണ്ടാവണം. നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളിലൊക്കെ മനസ്സറിഞ്ഞ് ഈ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും 100 രൂപ കൊടുത്താൽ എത്ര മനോഹരമായി നമ്മുടെ പള്ളി സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ നല്ല വിഹിതങ്ങളെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് എത്തിക്കണമെന്നും സ്ഥിരമായി മുടങ്ങാതെ എല്ലാ മാസവും ഒരു വിഹിതം തരാൻ കഴിവുള്ളവരൊക്കെ അത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ പൂർത്തിയാക്കിയവർ യാതൊരു നിലക്കുമുള്ള പോരായ്മകളില്ലാതെ അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. മരിച്ചാറടി മണ്ണിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പ്രിയപ്പെട്ടവരെ ഖബറടക്കി അള്ളാഹുവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവെ ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമേ. അള്ളാഹുവെ രോഗികളായ സഹോദരങ്ങളുണ്ട്, എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകണേ. അള്ളാഹുവെ സന്തോഷങ്ങൾ അധികരിപ്പിച്ചു നൽകണമേ. അള്ളാഹുവെ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണമേ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമയും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ ജോലിയിൽ, വരുമാനത്തിൽ, കച്ചവടത്തിൽ
കച്ചവടത്തിൽ, ശമ്പളത്തിൽ എല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.